ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ള പൈങ്ങാട്ടി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 117ാം വാർഷികാഘോഷമാണ്. 33 വർഷത്തെ ദീർഘകാലത്ത് സർവീസിനൊടുവിൽ വിരമിക്കുന്ന ശ്രീതമ്മ ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനം ഇതിൻ്റെ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് കുട്ടിമ്രാൻ, നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള മുഖ്യ പ്രഭാഷകൻ വയനാട് DD ശ്രീ ശശീന്ദ്ര വ്യാസ്, രീതിയിലുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ K. വിജയൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗിരിജ സുധാകരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീ ശിഹാബ് അയ്യർ, ശ്രീ വിനോദ് തോട്ടത്തിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ശ്രീമതി സുജാത, ശ്രീ വത്സൻ MP, ശ്രീ പ്രദീപ് മാസ്റ്റർ, ശ്രീ ജോർജ് പടങ്ങോട്ടിൽ, ശ്രീമതി ലിസി ജോണി, ബഹുമാനപ്പെട്ട മാനന്തവാടി AEO ശ്രീ മുരളീധരൻ മാസ്റ്റർ, DPC ശ്രീ സുരേഷ് മാസ്റ്റർ, എൻഡോമെന്റ് വിതരണം ചെയ്ത മുൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ മേഴ്സി ടീച്ചർ, നമ്മുടെ വിദ്യാലയത്തിലെ സ്കൂൾ ലീഡർ കുമാരി വൈഷ്ണവി, PTA പ്രസിഡന്റ് ശ്രീ ജിതേഷ് തോമസ് അടക്കമുള്ള PTA പ്രിയപ്പെട്ട ഭാരവാഹികൾ, ഈ വാർഷികാഘോഷത്തിൽ സംബന്ധിക്കുന്ന മറ്റ് മുൻ അധ്യാപകർ, ഈ പ്രദേശവാസികളുള്ള നാട്ടുകാർ, അതേപോലെ തന്നെ സൗദർമ്മ ടീച്ചറുടെ കുടുംബാംഗങ്ങൾ, മറ്റ് സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ് പൈങ്ങാട്ടി ഗ്രാമം. ആ പൈങ്ങാട്ടി ഗ്രാമത്തിൽ 117 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാലയമാണ് പൈങ്ങാട്ടി ഗവൺമെൻറ് LP സ്കൂൾ. ഈ വിദ്യാലയത്തിന് നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. ഇന്നും ഇത് ഒരു സർക്കാർ വിദ്യാലയമായ ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളുകയാണ്. ഇവിടെ പഠിച്ച് മൺമറഞ്ഞു പോയവർ നൂറുകണക്കിന് ആളുകൾ മൺമറഞ്ഞു പോയി. അത്തരത്തിലുള്ള ഈ നാടിൻ്റെ തന്നെ ഓരോ മനുഷ്യരുടെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിദ്യാലയമാണ്. അത്ര സവിശേഷമായിട്ടുള്ള ചരിത്രമുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു, ഷമീര ടീച്ചർ സ്വാഗതം പറഞ്ഞുകൊണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. ഞാനിവിടെ ഒരു പൊതു വിദ്യാർത്ഥിയായിരുന്നു. ഇവിടെ എൻ്റെ മക്കളെല്ലാം ഇവിടെയാണ് പഠിച്ചത്. എൻ്റെ ബഹുഭൂരിപക്ഷം കുടുംബാംഗങ്ങൾ പഠിച്ച വിദ്യാലയമാണ്. ആ നിലയ്ക്കുള്ള ഒരു ആത്മബന്ധം ഈ വിദ്യാലയമായിട്ടുണ്ട്. 1971-75 കാലത്താണ് ഞാനിവിടെ 1 മുതൽ 5 വരെ പഠിച്ചത്. അത് 50 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട നമ്മുടെ ഡിജിറ്റൽ സ്ക്രീനിൽ കണ്ട റിപ്പോർട്ട്, ആ റിപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ വിസ്മയകരമായ മാറ്റങ്ങളാണ് അവിടെ നമ്മൾ ആ റിപ്പോർട്ടിലൂടെ നമ്മളെ കാണിച്ചത്. പ്രവേശനോത്സവം മുതൽ ഒരു വിദ്യാഭ്യാസ ദിവസം, വർഷം ആരംഭിക്കുന്ന ആ ദിവസം മുതലുള്ള ഒരു അക്കാദമിക് ഇയറിലെ വർണ്ണശബളമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു അധ്യയന വർഷം നടക്കുന്നത്. പ്രവേശനോത്സവം മുതൽ മികവുത്സവം വരെ, ഒരു അധ്യയന വർഷം അവസാനിക്കുന്ന നാളുകളിൽ നടക്കുന്ന പ്രവർത്തനം വരെയുള്ള വളരെ വളരെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദവും ഉല്ലാസകരവുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദിവസേന നടക്കുകയാണ്. ഓരോ പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള
അവിസ്മരണീയമായിട്ട് അനുഭവങ്ങളൊക്കെ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. അന്നത്തെ സാഹചര്യം അതാണ്. സമൂഹത്തിലൊക്കെ വലിയ രീതിയിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉള്ള ഒരു കാലമാണ്. അന്ന് പലരും വിദ്യാലയത്തിലേക്ക് കടന്നു വന്നിരുന്നില്ല. അന്ന് വിദ്യാലയത്തിൽ ലഭിക്കുന്ന ഉച്ചഭക്ഷണമൊക്കെ അന്ന് അതൊരു വലിയൊരു കാര്യമായിരുന്നു. കാരണം ആ കാലത്ത് ഇന്നത്തെ പോലെയുള്ള ഉച്ചഭക്ഷണ പരിപാടികളൊന്നുമല്ല. നമ്മുടെ രാജ്യത്തിന് ദാനം കിട്ടുന്ന ഭക്ഷ്യധാന്യങ്ങളൊക്കെയാണ് അന്ന് നമ്മുടെ ദരിദ്ര രാഷ്ട്രമായിരുന്ന നമ്മുടെ നാട്ടിൽ അന്ന് അമേരിക്കയിൽ നല്ല സൗജന്യമായി ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളാണെന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ കൊടുത്തത്. അതൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്, ആ കാലത്തെ ഓർക്കുമ്പോൾ. പക്ഷെ അതിന്റെ രുചി നമ്മുടെ നാവിൽ ഇപ്പോഴും ഉണ്ട്. അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന എണ്ണയും ഗോതമ്പും ചോളപ്പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പായസം പോലത്തെ ഒരു ദ്രാവകം, അതൊക്കെയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ നമുക്ക് വിതരണം ചെയ്തത്. പക്ഷെ അതൊക്കെ രുചികരമായിട്ടാണ് നമുക്ക് അറിയുന്നത്. അതേസമയം അന്ന് പല കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ ക്ലാസ് മുറികളിൽ ഇന്ന് കാണുന്ന ആഹ്ലാദകരം അന്തരീക്ഷങ്ങളൊന്നുമല്ല. അതൊന്നും ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ രീതിയിലുള്ള അധ്യാപന രീതിയൊന്നുമല്ല. അന്നൊക്കെ വലിയ രീതിയിലുള്ള വേദനാജനകമായ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ അന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തെ സാഹചര്യം അതാണ്. അന്നത്തെ ആരെയും കുറ്റപ്പെടുത്തി എന്നല്ല, അന്നത്തെ രീതികൾ അതായിരുന്നു, അന്നത്തെ അന്തരീക്ഷം അതായിരുന്നു, അന്നത്തെ വിദ്യാഭ്യാസ രീതിയായിരുന്നു. അതാണ് അന്ന് നമ്മൾ അനുവർത്തിച്ചു പോന്നിരുന്ന രീതികൾ. അതേതാണ്ട് 1995 വരെ അത്തരത്തിലുള്ള അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണം വന്നതിന് ശേഷമാണ് ഇത് കാണുന്നതിലേക്ക് 95-96 കാലത്താണ് നമ്മൾ അധികാര വികേന്ദ്രീകരണം വന്ന കാലമാണ്. അതിന്റെ ഭാഗമായി ഈ വിദ്യാലയം ഇടവക ഗ്രാമപഞ്ചായത്തിന്റെ ഘടക സ്ഥാപനമായി. അപ്പൊ ഇന്ന് കാണുന്ന നിലയിൽ ഇവിടെ ഏറ്റവും വലിയ പരിമിതി നമ്മളെ ഗ്രൗണ്ടില്ല എന്നുള്ളതാണ്. ഇവിടെ 26 സെന്റ് സ്ഥലത്ത് ഉള്ള ഈ സൗകര്യങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ 10-27 വർഷത്തിനുള്ളിൽ നമ്മുടെ വിദ്യാലയത്തിൽ ഓരോ വർഷവും വെക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന്റെ ഇനിയുള്ള ഏറ്റവും വലിയ ആവശ്യമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിലടക്കം, ഇവിടെ റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു കളിക്കളമില്ല, ഒരു കളിസ്ഥലമില്ല എന്നുള്ളത് ഞങ്ങളെല്ലാം നിരവധി കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമീപത്തുള്ള എല്ലാവരെയും ഞങ്ങൾ ആ ഗ്രൗണ്ടിന് വേണ്ടി സമീപിച്ചതാണ്. 2008 അന്നത്തെ ഞങ്ങളെ പഞ്ചായത്ത് ഭരണസമിതി, നമ്മളെ ശ്രീമതി ഗിരിജ സുധാകരൻ ഞങ്ങളൊരു ഭരണസമിതിയിൽ അംഗമായിരിക്കുന്ന കാലമാണ്. അന്ന് അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ആ കാലത്ത് ഞങ്ങൾ ഈ വിദ്യാലയത്തിന് സ്ഥലം മേടിക്കാൻ വേണ്ടി പദ്ധതി വിഹിതം വരെ മാറ്റിവെച്ച് സ്ഥലം വാങ്ങാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഇതിനടുത്തുള്ള ആളുകളും എല്ലാവരും സമീപിച്ചപ്പോൾ നമ്മൾ സർക്കാർ വാങ്ങുന്ന വിലയ്ക്ക് തരാൻ ആരും തയ്യാറില്ല. വലിയ രീതിയിലുള്ള വിലയാണ് അവർ പറയുന്നത്. സൗജന്യമായിട്ടോ അല്ലെങ്കിൽ ഉദാരമായിട്ടോ തരാൻ തയ്യാറായില്ല. അങ്ങനെ വലിയൊരു ശ്രമം ഞങ്ങൾ 2-3 വർഷം തുടർച്ചയായി നടത്തിയിട്ടത് പരാജയപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ മറ്റെവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു സെന്ററാണ്. മാറ്റി താമസം മറ്റു സ്കൂളുകളിലേക്ക് അടുക്കാം. കാരണം ഇതൊരു വൈകാട്ടിരി, പാലമുക്ക്, അതേപോലെ തന്നെ കുന്നേരിക്കുന്ന്, അമ്പലവയൽ, പാത്രച്ചാൽ, അതേപോലെ തോണിച്ചാൽ ഒരു ഭാഗം, ഇങ്ങനെ വരുന്ന പ്രദേശം, എക്കമുണ്ട പ്രദേശം, ഇങ്ങനെയുള്ള പ്രദേശങ്ങളുടെ ഒരു കേന്ദ്ര സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ സ്ഥലം തൊട്ടടുത്ത് എവിടെയെങ്കിലും സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആ ശ്രമം നമുക്കിപ്പോഴും തുടരാം. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ ഹെഡ്മിസ്ട്രസ്സായി ജോലി ചെയ്യുന്ന സൗദമ്മ ടീച്ചറും, അതേപോലെ തന്നെ ഇവിടെ PTA പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജിതേഷും ഒക്കെ നല്ലൊരു ശ്രമം നമ്മുടെ മന്ത്രിക്കടക്കം നിവേദനം നൽകിക്കൊണ്ട് ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് കൂട്ടായിട്ട് ഊർജ്ജസ്വലമായി വീണ്ടും ശ്രമം തുടരണമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എല്ലാവരും ഇവിടെ കുറച്ച് സമയം പ്രസംഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഈ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളുടെ ഘടക സ്ഥാപനം എന്ന നിലയ്ക്ക് നിരവധിയായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. SSIയുടെ ഭാഗമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളിലും നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം പങ്കെടുക്കുന്ന രീതിയിലുള്ള
പോലുള്ള വൈവിധ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലുമുള്ള പരിപാടികളിലെല്ലാം തന്നെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നു. നമ്മുടെ റിപ്പോർട്ടിൽ നമ്മളതെല്ലാം കണ്ടു. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ വിദ്യാഭ്യാസ പരിവർത്തന കാലത്ത് ഈ കഴിഞ്ഞ 30 വർഷത്തോളമായി നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതി നമ്മുടെ നാട്ടിൽ നടപ്പിലായിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് സർവീസിൽ പ്രവേശിച്ച 33 വർഷം മുമ്പ് സർവീസിൽ പ്രവേശിച്ച് ഈ അധ്യയന വർഷം സർവീസിൽ വിട പറയുന്ന നമ്മുടെ പ്രിയകരായിട്ടുള്ള സവിതമ്മ ടീച്ചർ, അവര് 33 വർഷം കൊണ്ട് അധികം സ്കൂളുകളിൽ നിന്ന് ജോലി ചെയ്തു. ചിലർക്ക് 8-9 സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് റിട്ടയർ. ടീച്ചർ ഈ സർവീസിൽ കയറിയ ശേഷം 3 വിദ്യാലയത്തിൽ ജോലി ചെയ്തു. ആകെ PSC ജോലി കിട്ടിയ ശേഷം 3, അതിനു മുമ്പ് 2, അങ്ങനെ 5 വിദ്യാലയത്തിലാണ് ആകെ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ വിദ്യാലയത്തിൽ ദീർഘകാലം ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയെല്ലാം നിരവധി ശിഷ്യ സമ്പത്തുള്ള ഒരു അധ്യാപികയാണ്. അധ്യാപന ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പൊതുരംഗത്തെ ഏറ്റവും മികവാർന്ന, ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരു തൊഴിലാണ് അധ്യാപകനാവുക എന്നുള്ളത്. കാരണം അവർ റിട്ടയർ ചെയ്താലും നമ്മുടെ അധ്യാപകരാണ്. ആ റിട്ടയർമെന്റോടെ അവസാനിക്കുന്നില്ല. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, അവരെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് അവരോട് വലിയ ബഹുമാനമാണ്. കാരണം അവർ ഒരു തലമുറയെ തന്നെ വളർത്തിയെടുക്കുന്നതിൽ നിസ്തുലമായിട്ടുള്ള സംഭാവന നൽകിയവരാണ്. ആ നിലയിൽ കഴിഞ്ഞ 33 വർഷം നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പാദമുദ്രകൾ ചാർത്തിക്കൊണ്ടാണ് അവർ ജോലി ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 വർഷവും മികച്ച നിലയിൽ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ നമ്മുടെ പഞ്ചായത്തുകാർ തന്നെയാണ്. നമുക്ക് അറിയുന്ന നമ്മുടെ ഒരു സഹൃദയായിട്ടുള്ള ടീച്ചറാണ്. അപ്പോൾ അവർ ഈ നാടിന് നൽകിയിട്ടുള്ള, ഈ സമൂഹത്തിന് അവർ പ്രദാനം ചെയ്ത മികച്ച സേവനത്തിന്, ഈ പൊതുസമൂഹത്തിന് വേണ്ടി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അവർ ഈ നാടിന് വേണ്ടിയ സേവനത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അവർക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ജീവിതം ഉണ്ടാകട്ടെ എന്ന് കൂടെ ആശംസിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പൈരൻ 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള 117ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. താങ്ക് യു സർ.